വയനാട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സുനീറും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ കുറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പണി കിട്ടുമെന്ന ഉറപ്പാണ്. ലീഗിനും ഇത് കേടുണ്ടാക്കും. വ്യാഴാഴ്ച നടന്ന സീതാറാം യെച്ചൂരിയുടെ റോഡ് ഷോയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമെന്ന റിപ്പോർട്ടുകൾ വന്നത്. യെച്ചൂരിക്ക് ആയിരക്കണക്കിന് ആളുകളുടെ പിന്തുണയാണ് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് സമാനമായിരുന്നു യെച്ചൂരിയുടെ റോഡ് ഷോയും. യെച്ചൂരി വയനാട് വരുമ്പോൾ ഇത്രയധികം ആവേശം CPM പോലും പ്രതീക്ഷിച്ചതല്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ എത്തിച്ചേർന്നത്. തുഷാർ വെള്ളാപ്പള്ളി വലിയ ചലനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദിവാസി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന മേഖലകളിലാണ് തുഷാർ വെള്ളാപ്പള്ളി കടന്നു കയറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കൊണ്ട് വയനാട്ടിൽ ഒരു പ്രയോജനവുമില്ലെന്ന പ്രചരണം ഇതിനകം ക്ലിക്കായി കഴിഞ്ഞു. ആദിവാസി വർഗത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിനാണ് പരമ്പരാഗതമായി ലഭിച്ചിരുന്നത്. അത് ഇത്തവണ BJP ഇടതുപക്ഷവും ചേർന്ന് കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. ആദിവാസികളെ വിവിധ രീതിയിൽ സ്വാധീനിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും ശ്രമിക്കുന്നുണ്ട്. വീരന്റെ സാന്നിധ്യം ഇടതുപക്ഷത്തെ ഏറെ സഹായിക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വെറും 2 ദിവസം മാത്രമാണ് പ്രചരണം നടത്തിയത്. ശനിയാഴ്ച പ്രിയങ്ക ഗാന്ധിയും വരുന്നുണ്ട്. അതുകഴിഞ്ഞാൽ പരസ്യ പ്രചരണം അവസാനിക്കും. രാഹുൽ ഗാന്ധിക്ക് 2 ദിവസം കൊണ്ട് മാജിക് സൃഷ്ടിക്കാനാവുമോ എന്നാണ് ചോദ്യം. ഏഷ്യാനെറ്റ് നടത്തിയ തിരഞ്ഞെടുപ്പ് സർവേയിൽ 45% വോട്ട് ഷെയറാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയും തോമസ് ചാഴിക്കാടനും ഇതിനേക്കാൾ വോട്ട് ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കുറയാതിരിക്കാൻ ഡൽഹിയിൽ നിന്ന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, ആറ്റിങ്ങൽ, പാലക്കാട് മണ്ഡലങ്ങളിലെ പ്രചരണം ഡൽഹിയിൽ നിന്ന് BJP വീക്ഷിക്കുന്നുണ്ട്. ഇതിനൊപ്പം വയനാട് മണ്ഡലത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുഷാറിനെ സഹായിച്ചാൽ സഹായം തിരികെ കിട്ടുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. കേരളത്തിൽ ഈഴവർ ഒരു പ്രബുദ്ധ സമുദായമാണ്. ഇവരെ BJPയിൽ എത്തിക്കാൻ കഴിയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനായാൽ അത് വലിയൊരു നേട്ടമായി CPM കരുതുന്നു. രാഹുലിന്റെ വയനാടൻ വരവ് ഇടതുമുന്നണിയും UPയുമായുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. UPA അധികാരത്തിലെത്തിയാലും ഇത് മുഴച്ചു നിൽക്കും. വയനാട്ടിൽ തങ്ങളുടെ ശക്തി തെളിയിക്കുന്നതിനുള്ള വഴികളാണ് CPM തേടിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കുറയ്ക്കാവുന്ന റിപ്പോർട്ടുകൾ CPMനെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. രാഹുൽ തന്റെ പ്രചാരണത്തിലൊന്നും CPMനെ വിമർശിച്ചിട്ടില്ല. ഇതാണ് BJPക്ക് കരുത്തു വരുന്നത്. ഭായ് ഭരണത്തിൽ തങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് BJP തന്നെ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.